നമസ്കാരം. ഒരു നേതാവിന് എന്തൊക്കെ ഗുണങ്ങൾ വേണം? ഒരു നേതാവ് ശത്രുവിനെ എങ്ങനെ കാണണം? തോൽവിയെയും വിജയങ്ങളെയും എങ്ങനെ നേരിടണം? അത് ഏത് രീതിയിൽ അതിനുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കണം? ഇതൊക്കെ പറഞ്ഞു തരുകയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ്. 40 വട്ടം BJPയും സംഘപരിവാറുകാരും പപ്പുമോൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോഴും ആ വ്യക്തിയുടെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. കൃത്യമായി പറഞ്ഞാൽ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും വിജയം കൊണ്ട് ത്രിവർണ പതാക 3 സംസ്ഥാനങ്ങളിലും പാറിപ്പിച്ചപ്പോഴും അദ്ദേഹത്തിന് ഒരു അഹങ്കാരത്തിന്റെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. അതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ വിജയിച്ചതിന് ശേഷം നടന്ന പത്രസമ്മേളനം. ഒരു മാധ്യമ പ്രവർത്തകൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ BJPയുടെ മുദ്രാവാക്യം, നിങ്ങളുടെ മുദ്രാവാക്യം ഇനി എന്താണ് എന്നുള്ളത്. രാഹുൽ ഗാന്ധി ആ മാധ്യമ പ്രവർത്തകന് നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഞങ്ങളുടെ മുദ്രാവാക്യം BJP മുക്ത ഭാരതം എന്നുള്ളതല്ല. ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളെ തിരിച്ചറിയുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു ഭാരതമാണ് ഞങ്ങളുടെ സ്വപ്നം എന്നായിരുന്നു രാഹുൽ ഗാന്ധി ആ മാധ്യമ പ്രവർത്തകന് നൽകിയ മറുപടി. നേരെ മറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ പറയാമായിരുന്നു, BJP മുക്ത ഭാരതമാണ് സ്വപ്നമെന്ന്. പക്ഷെ അത് അദ്ദേഹത്തിൽ നിന്നും വരാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് പക്വതയാണ്. യഥാർത്ഥ നേതാവിൽ നിന്ന് വരേണ്ട യഥാർത്ഥ വാക്കുകളാണ്, യഥാർത്ഥ വചനങ്ങളാണ്. ആ ഒരൊറ്റ വചനം മതി രാഹുൽ ഗാന്ധി എന്ന പക്വതയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നടുംതൂണിനെ പൊതുസമൂഹം തിരിച്ചറിയാൻ. നരേന്ദ്രമോദിയും അമിത് ഷയും 40 വട്ടം കോൺഗ്രസ് മുക്ത ഭാരതവും പപ്പുമോനാണെന്നും പറഞ്ഞ് എല്ലായിടത്ത് പ്രസംഗിച്ച് നടക്കുമ്പോഴും ഒരിക്കൽ പോലും അവരെ നേരിടാൻ തന്റെ വിജയം ഉപയോഗിച്ചില്ല എന്ന ഒരു വലിയ സത്യവും തിരിച്ചറിയേണ്ടതുണ്ട്. BJPക്കും വലിയൊരു ഉപദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. BJP നല്ല രീതിയിലുള്ള നടപടികളുമായി, നല്ല തീരുമാനങ്ങളുമായി, നല്ല ലക്ഷ്യങ്ങളുമായി രാജ്യത്ത് കടന്നു വരികയാണെങ്കിൽ അത് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു BJPയുടെ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കാനാവില്ല. കാരണം വർഗീയതയും തീവ്രമായിട്ടുള്ള ചിന്താഗതിയും പുലർത്തുന്ന ഇത്തരക്കാർക്ക് ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും കടന്നു വരാൻ സാധ്യതയില്ല. ഇത് കടന്നു വന്നത് കോൺഗ്രസിന്റെ ഇന്നത്തെ മുത്തിന്റെ കയ്യിൽ നിന്നാണ് സോഷ്യൽ മീഡിയ തുറന്നു പറയുന്നത്. സോഷ്യൽ മീഡിയ രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ മുത്ത് എന്നാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾ ഇന്ന് ലോകം ശ്രദ്ധിച്ചിരിക്കുകയാണ്. വിജയിച്ചിരിക്കുമ്പോഴും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ബഹുമാനവും ആദരവും പുലർത്തി തുറന്നു പറയുന്ന ഈ സംസാരങ്ങളിൽ നിന്ന് തന്നെയുണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ യഥാർത്ഥ കഴിവുകൾ, പക്വത എന്ന യഥാർത്ഥ വാക്കിന്റെ അർത്ഥവും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.